നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകളിൽ ജനിച്ച ഒരു സ്ത്രീയെങ്കിലും ഉണ്ടോ? അഥവാ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണോ? ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന രഹസ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. ശിവാംശവും പേറി ഈ ഭൂമിയിലേക്ക് എത്തുന്ന, ശിവാംശവും പേറി ഈ ഭൂമിയിൽ പിറക്കുന്ന സ്ത്രീകളാണ് ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവൻ സർവശക്തന്റെ കൃപയാൽ ഇവരുടെ ജീവിതത്തിന് ചില സവിശേഷതകൾ, ചില പ്രത്യേകതകൾ, ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ജ്യോതിഷവശാൽ ഈ നക്ഷത്രങ്ങളെ ഇഴകീറി പരിശോധിച്ച് ഈ ശിവാംശം പേറുന്ന നക്ഷത്രങ്ങളിൽ കണ്ടുവരുന്ന ആ രഹസ്യ സവിശേഷതകളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ നാളുകാരായിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ പഠനങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. മഹാദേവ കൃപയാൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതുമായിട്ടുള്ള ചില രഹസ്യ സവിശേഷതകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. കേട്ടു നോക്കൂ. കേട്ടിട്ട് എൻ്റെ പ്രവചനം എത്രത്തോളം സത്യമാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ ധൈര്യമായി ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ ജീവിതം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അല്ല ശരിയാണ് എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്കത് ശരിയാണ് എന്നുള്ള കാര്യവും അറിയിക്കാവുന്നതാണ്. പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നൊന്നായിട്ട് ഈ ശിവാംശം പേറുന്ന സ്ത്രീകളെ പറ്റി പറഞ്ഞു തരാം. അപ്പം ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ശിവാംശം പേറുന്ന നാളുകളാണ് ഏറ്റവും ഐശ്വര്യമുള്ള നക്ഷത്രങ്ങളാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നവരും അല്ലെങ്കിൽ എല്ലാം ആയിരുന്ന പല ആളുകളും കൂടെ ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ഇവരും ഈശ്വരനും മാത്രമായിരിക്കും ഇവർക്ക് കൂട്ടുണ്ടാവുക എന്ന് പറയുന്നത്. സ്വയം ഇവരും ഈശ്വരനും മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ പല പ്രതിസന്ധി വന്നപ്പോഴും, ജീവിതത്തിൽ പല തിരിച്ചടികൾ ഉണ്ടായപ്പോഴും സ്വന്തം ബന്ധുജനങ്ങളിൽ നിന്ന് പോലും അവഗണന ഏൽക്കേണ്ടി വന്നവരാണ് ഈ നാളുകാരെന്ന് പറയുന്നത്. പലപ്പോഴും ബന്ധുക്കൾ പോലും സഹായിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത് നിന്നവരെന്ന് കരുതിയേ, ജീവിതത്തിൽ ഏറ്റവും അപകടത്തിൽ പോലും കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ജീവനെന്ന് കരുതിയ പല ആളുകളും മുഖം തിരിഞ്ഞു നിന്ന സമയത്ത് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മഹാദേവന്റെ അനുഗ്രഹമായിരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നതാണ്. ഈശ്വരൻ മാത്രമേ കൂട്ടുണ്ടായിരുന്നുള്ളൂ. ഭഗവാനെ എന്ന് വിളിച്ച് ആ ഭഗവാന്റെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇപ്പുറം കടക്കാൻ പറ്റി എന്നുള്ളത്. ഒന്നുകിൽ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് അച്ചിട്ടായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രായമായവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് തിരിഞ്ഞാലോചിച്ചാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും, ജീവിതത്തിൻ്റെ നടുക്കടലിൽ നിന്ന സമയത്ത്, ജീവിതത്തിൽ പ്രതിസന്ധിയുടെ അങ്ങേയറ്റം നിന്ന സമയത്ത് ഈശ്വരൻ മാത്രമേ നിങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഭഗവാനെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ കൈവിട്ട് കളയല്ലേ, അവിടുന്ന് മാത്രമേ എനിക്ക് കൂട്ടുള്ളേ എന്ന് വിളിച്ചുകൊണ്ട് പലതും തരണം ചെയ്തവരാ. അന്യ ആളുകളുടെ സഹായം ഉണ്ടായെടുത്ത് പോലും ഉറ്റവരുടെ ഉടയവരുടെയും സഹായം കിട്ടാതെ പോയവരാണ്. ആ ഒരു കനല് നെഞ്ചിനകത്ത് സൂക്ഷിക്കുന്നവരാണ് ഈ നാളുകളിൽ ജനിച്ചവരെന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ നാളുകളെന്ന് പറയുമ്പം ചതയം മൂലം അത്തം, ഭരണി ചോതി പൂരാടം, ഉത്രാടം ഉത്രം ആയില്യം, തിരുവാതിര കാർത്തിക മകം പൂരം. ഈ നാളുകളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതിത്തരാം. നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നടക്കും എന്നുള്ളത്. ശരിയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും അച്ചിട്ടായിട്ടുള്ള പ്രവചനമാണ്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ നാളുകളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മകനായോ മകളായോ ഒക്കെ പിറക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ ഇവർക്ക് എന്തുള്ളൂ എന്നുള്ളതാണ്. ഒരാൾ ഇവരെ 2 ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ ഇവരുടെ മക്കളെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ,
ഇവരുടെ മക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം, ഇനി മക്കൾ തന്നെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ജീവിതകാലം ഇവരുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. ഇവർ വെറുത്താൽ വെറുത്തതാണ് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ അലയുന്ന സമയത്തും മക്കളുടെ കാര്യം എന്തായി കാണും? അവർ കഴിച്ചു കാണുമോ? അവർ കുടിച്ചു കാണുമോ? അല്ലേ? മക്കളെയൊക്കെ കൊന്നുകളയുന്ന അമ്മമാരുള്ള ഈ ഒരു കാലത്ത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ശിവാംശം പേറുന്ന സ്ത്രീകൾ വേറിട്ട് നിൽക്കും എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് എരിഞ്ഞടങ്ങുന്നവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് കഴിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്നവർ, ഏതൊക്കെ സന്തോഷത്തിൻ്റെ നടുവിൽ നിന്നാലും അയ്യോ മക്കൾ എന്തായി കാണുമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവർ, ചിലപ്പം വലിയ ആഘോഷത്തിൻ്റെ നടുക്കായിരിക്കും, അപ്പോഴും മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് മക്കൾ എന്തായി കാണും, അവർക്കെല്ലാം ആണോ. ഇതിവരുടെ ജീവിത അവസാന ശ്വാസം വരെയും ഇതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക്, ഈ ശിവാംശം പേറുന്ന ഞാൻ ഈ പറയുന്ന 12, 13 നക്ഷത്രക്കാർക്ക് മകനോ മകളോ ആയി നിങ്ങൾക്ക് ജനിക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഈ നാളുകാരിയായ ഒരു അമ്മയെ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ പരമൊരു സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇവർ ഒരുപാട് ആഡംബരപ്രിയരായിരിക്കില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന്, ഒരു മനുഷ്യന് ആവശ്യത്തിന് വേണ്ട ആഡംബരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർക്കുണ്ടാവുള്ളൂ. അല്ലാതെ ഒരുപാട് എന്താ പറയുന്ന പൂഷാദികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ആഡംബരങ്ങളോ ഒന്നുമില്ല. വളരെ ലൈറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ പകർത്തി വെക്കുന്ന സ്വഭാവം ഇവർക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരാളൊന്ന് ചെയ്തു, അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ ഇതാണ് ട്രെൻഡ്, എന്നാൽ ഞാനും ആ ട്രെൻഡിനൊപ്പം ഒന്ന് പിടിച്ചു കളയാം, അല്ലെങ്കിൽ ഞാനും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അതുപോലെ ചെയ്യണം, ഇപ്പോൾ അതാണ് തരംഗം എന്ന് കരുതി ആ രീതിയിലേക്ക് തൻ്റെ ജീവിത രീതികൾ മാറ്റുന്നവരൊന്നുമല്ല. തനിക്ക് തൻ്റേതായ ഒരു ഇഷ്ടങ്ങൾ, തൻ്റേതായ ഒരു രീതികൾ അതുണ്ട്, അതനുസരിച്ചേ പോവുള്ളൂ. അതിനി ആര് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും മറ്റൊരാളെ കണ്ട് അനുകരിച്ച് നടക്കാനൊന്നും ഇവരെ കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് ചില ചീത്തപ്പേരുകളൊക്കെ വരാറുണ്ട്. അതൊരു അഹങ്കാരിയാണ്, നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, അല്ലെങ്കിൽ അവളൊരു അഹങ്കാരിയാണ്, അവളൊരു ധിക്കാരിയാണ്, നമ്മൾക്കൊപ്പം ഒന്നും നിൽക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു ചീത്തപ്പേര് ഇവർക്ക് വരാം. പക്ഷെ ഇവരതിന് 1% പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ ഇങ്ങനാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ഇഷ്ടമെന്ന് തോന്നുന്നത് ചെയ്യാനാണ് എനിക്കിഷ്ടം. മറ്റൊരാളുടെ ഇഷ്ടം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ഇവരെ കിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ സത്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു ചീത്തപ്പേര് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പഴഞ്ചത്തിയാണ്, അല്ലെങ്കിൽ ഒരു പഴയ മോഡൽ ആളാണ് എന്നൊക്കെ ഒരു ചീത്ത. പക്ഷെ ഇവരത് ഒട്ടും ബോധറാകുന്നില്ല എന്നുള്ളതാണ്. എൻ്റേതായ ശരികളുണ്ട്, എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, ഞാൻ അതിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ് എന്നുള്ളത് ഉറക്കെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളാണ് ഈ നക്ഷത്രക്കാരികൾ എന്ന് പറയുന്നത്. ശരിയാണോ? നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിക്കേ. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ആരുടെ മുമ്പിലും ഒരു നേരത്തെ വെള്ളത്തിനോ അന്നത്തിനോ പോലും കൈ നീട്ടാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ളതാണ്. ഇവരെ കൊല്ലുന്നതിലും വാശിയായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ അടുത്ത് ഒരു നേരം പോയി കൈ നീട്ടുക, അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടി കൈ നീട്ടുക എന്ന് പറയുന്നത്. പലപ്പോഴും അറിഞ്ഞു വന്ന് ചെയ്യുന്നവരോട് ഇവർ എതിർത്തൊന്നും പറയത്തില്ല. പക്ഷേ ഇവരായിട്ട് ആരെടുത്തും പോയി കൈ നീട്ടുകയോ അല്ലെങ്കിൽ ആരെടുത്തും പോയി സഹായം ചോദിച്ചു നിൽക്കുകയോ, ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി പോയി നിൽക്കുകയോ, ഒരു റെക്കമെൻഡേഷന് വേണ്ടി സഹായം ചോദിക്കുകയോ, ഒരു റെഫറൻസിന് വേണ്ടി സഹായം ചോദിക്കുകയോ ഒന്നും ഇവരില്ല എന്നുള്ളതാണ്. കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് നേടി സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം മെറിറ്റ് കൊണ്ട് ജീവിതത്തിൽ ഉയർച്ച നേടണമെന്ന് വിചാരിക്കുന്ന സ്ത്രീകളാണ്. ജീവിതത്തിൽ അത്തരത്തിൽ പടവെട്ടിയാണ് പലപ്പോഴും മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും ഇതിന് മാറി ചിലപ്പം ചില സഹായങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇവർക്ക് മനസ്സിലൊരു കല്ല് പോലെ, എന്തൊക്കെ അത്തരത്തിൽ വാങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലേ, സഹായം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ, അത് ഇവരുടെ മനസ്സിലൊരു കല്ലായിട്ട്, ഒരു കനലായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്, ഒരു ഭാരമെന്നോണം. ശരിയല്ലേ? ഇത്തരം അനുഭവങ്ങൾ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കുഞ്ഞുനാൾ മുതലേ ഈ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് അവനവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയിൽ, അവനവൻ്റേതായ ഒരു ശക്തിയിൽ മുന്നോട്ട് പോകണം, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്ത് പോകരുത് എന്നുള്ളത്. അതുപോലെ തന്നെ
ആർക്കും വാലാകാൻ ആഗ്രഹിക്കാത്തവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെന്ന് പറയുന്നത്. എന്താണ് വാലാകാൻ? ചിലരുണ്ട് ഒരു കൂട്ടം ചേർന്ന് ഒരാളുടെ കൂടെ അരികു പറ്റി വാല് പറ്റി നടക്കുന്ന സ്ത്രീകളായിട്ടുള്ളത്. ഈ നാളുകളിൽ ജനിച്ച് ശിവാംശം പേറുന്ന രാജകീയമായ ഈ നക്ഷത്രക്കാരെ അങ്ങനെ കിട്ടില്ല എന്നുള്ളതാണ്. ഇവരൊരിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇവരെ ചുറ്റി ചിലപ്പോൾ ഒരു 10 ആൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഇവർ മറ്റൊരാളുടെ വാലാകാൻ, മറ്റൊരാൾക്ക് സേവ ചെയ്യാൻ, മറ്റൊരാളെ സുഖിപ്പിച്ച് എന്താ പറയുന്നത്, പുകഴ്ത്തൽ വർത്താനങ്ങൾ പറഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇതിനൊന്നും അവരെ കിട്ടത്തില്ല. ഇതൊരു വലിയ സത്യമാണ് കേട്ടോ. ഈ നാളുകാർ കഴിയുന്നത് നേതൃത്വ ഗുണത്തിലൊക്കെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ. എന്താണ്, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യണം, അല്ലെങ്കിൽ നേതൃഗുണം ഏറ്റെടുത്ത് ചെയ്യണം, നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യണം എന്നൊക്കെ കരുതുന്ന സ്ത്രീകളാണ് എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇവർക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താനൊക്കെ ഒരു പ്രത്യേക കഴിവാണ് എന്നുള്ളതാണ്. അതുപോലെ ഈ നാളുകളിൽ ജനിച്ച സ്ത്രീകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴിവുകൾ ലോകം തിരിച്ചറിയാൻ വൈകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇവർ ചെന്ന് കയറുന്ന വീട്ടിൽ ഇവർ അംഗീകരിക്കപ്പെടാൻ ഒരുപാട് കാലം വേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് കാലം എത്തും എന്നുള്ളതാണ്. പലപ്പോഴും ഇവർ ചെന്ന് കയറുന്ന വീട്ടിൽ ഒരു പരിഹാസവും പുച്ഛവും, അല്ലെങ്കിൽ അവളെ കൊണ്ട് പറ്റുമോ, അല്ലെ അവൾക്ക് ഇത്രയൊക്കെ ഉള്ളൂ കഴിവ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു അവഗണിക്കുന്ന ഒരവസ്ഥയൊക്കെ നല്ല ഒരു ശതമാനം സ്ത്രീകൾക്കും വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 80% ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകളെയും ചെന്ന് കയറുന്ന വീട്ടിൽ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവരെത്തിപ്പെടുന്ന സ്ഥലത്ത് അത്തരത്തിൽ സംഭവിക്കും. ഇവരുടെ കഴിവിനെ തിരിച്ചറിയാൻ, ഇവരെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഇവരെന്തായിരുന്നു എന്ന് ഇവരെ മനസ്സിലാക്കുന്ന ഒരു കാലം എത്താൻ വൈകും, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ഇവരെ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഇവർക്ക് അതിൽ പരാതിയൊന്നുമില്ല. ഇവർ എന്താണോ അവരത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ തള്ളിപ്പറഞ്ഞവരും ഇവരെ തിരിച്ചറിയാതെ മാറ്റി നിർത്തിയവരും ഒക്കെ ഇവരെ വാഴ്ത്തിപ്പാടുന്ന ഒരു ദിവസം ജീവിതത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ്. മറ്റുള്ളവരല്ല, അവളായിരുന്നു ശരി എന്ന് ലോകം ഇവരുടെ മുന്നിൽ പറയുന്ന ദിവസങ്ങൾ അധികമല്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒരുപാട് അവഗണനകൾ, ഒരുപാട് പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും ജീവിതത്തിൻ്റെ നല്ലൊരു പ്രയത്നത്തിലൂടെ, ഈശ്വരാധീനത്തിലൂടെ, മഹാദേവ കൃപയാൽ ഇവരെ ലോകം തിരിച്ചറിയുന്ന ദിവസം എത്തിയിരിക്കും. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഇതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് ഈ നക്ഷത്രക്കാരികളെന്ന് പറയുന്നത്. അത് ഇവരുടെ ഒരു വലിയ ഗുണമാണ് കേട്ടോ. എത്രയൊക്കെ പ്രകോപിപ്പിച്ചാലും കഴിയുന്നതും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലൊതുക്കി ഭൂമിയോളം ക്ഷമിക്കും. പക്ഷേ ചില സമയങ്ങളിൽ, അത് സഹികെടുന്ന സമയങ്ങളിൽ ഇവർക്ക് ആ അമർഷം പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഇവർക്ക് അത്തരത്തിൽ ദേഷ്യം വരികയോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർ പ്രകോപിപ്പിച്ച് കൈവിട്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ 2-1 അറിയാതെ ഇവർക്ക് ശാന്തതയിലോട്ടൊരു മടക്കമില്ല എന്നുള്ളതാണ്. അത്രയും ഇവരെ മനസ്സ് മടിപ്പിച്ചാൽ, അത്രയും ഇവരുടെ മനസ്സ് പൊട്ടിയാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണിത്. അത് ജീവിതത്തിൽ ചിലപ്പോൾ 1, 2, 3 തവണയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ആയുസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 70 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തുടരെ ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്ന് ഇവരുടെ ക്ഷമ നശിച്ച് പൊട്ടിയിട്ടുണ്ടോ അന്നൊക്കെ ഇവരുടെ വീര്യം, അല്ലെങ്കിൽ ഇവരുടെ ചൂട് ചുറ്റുമുള്ളവരല്ലേ ഇവരെ ദ്രോഹിച്ചവർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും, അല്ലെ അറിയാൻ പോകുന്നതാണ് എന്നുള്ളതും ഏറ്റവും വലിയൊരു സത്യമാണ്. അതുകൊണ്ട് ഭൂമിയോളം ക്ഷമിക്കുന്നവരാണ് എന്ന് കരുതി ഒരിക്കലും ഇവരെ ദ്രോഹിച്ചുകൊള്ളാം എന്ന് മറ്റുള്ളവർ വിചാരിച്ചാൽ അവർക്കുള്ള താക്കീതാണ്. അവരുടെ മനസ്സാണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സർവനാശമാണ്. അത്തരമൊരു പ്രത്യേകതയുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഈ ശിവാംശം പേറുന്ന ഞാനീ ഇവിടെ പറഞ്ഞിരിക്കുന്ന 13 നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പല ജീവിതത്തിൻ്റെ ഘട്ടത്തിലും വരും. ഇവർ വിദ്യാർത്ഥിയായിരിക്കെ, ഇവർ വളരുന്ന ഘട്ടത്തിൽ, ഇവരുടെ വിവാഹേതര ജീവിതത്തിൽ ഒക്കെ ഇങ്ങനെ ഇവർക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരും. അതിനെയൊക്കെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ചിലരുണ്ട് പ്രതിസന്ധി വരുന്ന സമയത്ത്, അയ്യോ ദൈവം എന്നെ ശിക്ഷിച്ച് കളഞ്ഞല്ലോ, എല്ലാം തകർന്നല്ലോ, എല്ലാം പോയല്ലോ, ദൈവം എന്തിനെനിക്ക് ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരാ പഴിയൊന്നും പറയത്തില്ല. ദൈവം ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യില്ല, ഭഗവാൻ ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ മനസ്സിൽ നിറച്ചുകൊണ്ട്, കൂടുതൽ ഈശ്വരനിലേക്ക് അടുത്തുകൊണ്ട് കാര്യങ്ങളെ നേരിടുകയും അതിനെയൊക്കെ ഒരു ഈശ്വര നിശ്ചയം എന്നോണം തരണം ചെയ്ത് കൂടുതൽ നന്മയിലേക്ക്
കടക്കുകയും ചെയ്തവരാണ് എന്നുള്ളതാണ്. അത് വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ ഈ നാളുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാര്യങ്ങൾ ഇവരൊരു കാര്യം പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അറിവ് പകർന്നു നൽകാൻ. അതിപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളൊന്നും ആവണമെന്നില്ല. നമുക്കൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിയാവുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഒക്കെ ഒരു പ്രത്യേക വാക്ചാതുര്യവും പ്രത്യേക ഒരു കഴിവും കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക രീതിയുമൊക്കെ ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത്. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ കുടുംബവുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ഏതൊക്കെ രീതിയിൽ വിഹരിച്ചാലും തൻ്റെ വീട്ടിൽ ഇവർ അനുഭവിക്കുന്ന തൻ്റേതായ ഒരു ഇടം, എൻ്റെ ഇടം എന്നൊക്കെ പറയുന്ന രീതിയിൽ തൻ്റേതായ ഒരു ഇടം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെന്ന് പറയുന്നത്. തൻ്റെ ആ ഇടത്തിൽ വളരെയധികം സമാധാനം, ഇനി ലോകത്ത് എവിടെ പോയാലും, ഏതൊക്കെ രാജ്യത്ത് പോയി എന്ന് പറഞ്ഞാലും, ഏതൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷനുകളിൽ പോയി എന്ന് പറഞ്ഞാലും, ഇവരുടേതായ ആ ഒരിടത്തിൽ, ആ ഒരു സമാധാനപൂർണ്ണമായ ഇവരുടെ ഭവനത്തിൽ ഇവരിയ്ക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ലോകത്തെങ്ങും ഇവർക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. അത്രയും സത്യമുള്ള സ്ത്രീകളാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് പറയാനും ഉണ്ടാകും. ചിലപ്പോൾ അതവരുടെ വീടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം ജനിച്ചു വളർന്ന വീടാകും, സ്വന്തം മുറിയായിരിക്കും, അല്ലെങ്കിൽ മുറിയുടെ ഏതെങ്കിലും ഒരു കോർണറായിരിക്കും. അത്തരത്തിൽ ഇവർക്കായ ഒരിടം ഇവരുടെ ജീവിതത്തിലുണ്ടാകും. ഇവരേറ്റവും അധികം സമാധാനം അനുഭവിക്കുന്ന ഒരിടം. അതൊരു വലിയ സത്യമാണ്. അങ്ങനൊരു ഇടം ഇല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഏറ്റവും സ്വസ്ഥത അനുഭവിക്കുന്ന, ലോകം മുഴുവൻ ചുറ്റിയിട്ട് വന്നാലും അവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്തൊരു സമാധാനവും ശാന്തിയും നിങ്ങൾ അനുഭവിക്കുന്ന ഒരിടം നിങ്ങളുടെ വീടാകും, വീട്ടിലെ ഒരിടമാകും, ഒരു മുറിയാകാം, എന്തുമാകാം എന്നുള്ളതാണ്. ശരിയല്ലേ? ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്ത്രീകളുടെ, ഈ ശിവാംശം പേറുന്ന സ്ത്രീകളുടെ ജന്മനാ ഉള്ള രഹസ്യമായതെന്ന് പറയുന്നത്. അതുപോലെ ഇവർ നല്ല ശിവഭക്തരായിരിക്കും. ഭഗവാൻ മഹാദേവൻ, ദേവന്മാരിൽ ദേവനായ ശിവനച്ഛൻ പൊന്നുതമ്പുരാൻ ശ്രീ പരമേശ്വരൻ, ഭഗവാന്റെ കൃപ എന്നും ഇവർക്കുണ്ടാവും. ചിലപ്പോൾ ജീവിതത്തിൽ വൈകിയായിരിക്കും മഹാദേവനാണ് എൻ്റെ രക്ഷകനെന്ന് തിരിച്ചറിയുന്നത്. ചിലപ്പം ജീവിതത്തിൽ വളരെ അവസാനമായിരിക്കും അയ്യോ ശിവനെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം എന്ന് ഇവർ തിരിച്ചറിയുന്നത്. പക്ഷേ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ മഹാദേവനുണ്ട്. ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുക വഴി ഇവർക്ക് കൂടുതൽ ഐശ്വര്യം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാവരും കേട്ട് കാണും. ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ സൗഭാഗ്യവതികളാണ്, നന്നായി വരും. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.